നിങ്ങൾ ഈ വണ്ടി ഒന്ന് നോക്കിയാൽ നല്ല അടിപൊളി ഒരു പുത്തൻ ബഗ്ഗാണ് മേടിച്ചിട്ട് അപ്പടെ 2 ആഴ്ചയായിട്ടുള്ളു. ഈ ബാറ്ററിയൊക്കെ നോക്കിയാൽ അതിൻ്റെ പുതിയതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഒന്നും പോയിട്ടില്ല. ചാർജർ, റിമോട്ട്. എന്നാൽ ഇതിന് കിട്ടിയേക്കണ ഒരു അടിപൊളി പണി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ESCയുടെ അവസ്ഥ നോക്കിയാൽ കംപ്ലീറ്റ് കത്തിക്കരിഞ്ഞ് ആകെ സീനായക്കണ വേണ്ട സംഭവം. അപ്പോൾ ഇതിൻ്റെ ESC മാറാണ്ട് വേറെ രക്ഷയില്ല. മോട്ടർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. മോട്ടറും സ്റ്റക്കായി കഴിഞ്ഞാൽ ESC പെട്ടെന്ന് കത്തിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ESC മാറ്റിയിട്ട് വേറൊരു ESC വെച്ച് മോട്ടർ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു 2 സെക്കൻഡ് വർക്ക് ചെയ്തപ്പോഴേക്കും മോട്ടർ നല്ല ശരിക്ക് ചൂടാകുന്നുണ്ട്. സാധാരണ മോട്ടർ ചൂടാകും, പക്ഷെ 2 സെക്കൻഡ് വർക്ക് ചെയ്താൽ ഇത്രയും ചൂട് മോട്ടറിന് വരില്ല. ഈ ഒരു ESC കത്തിപ്പോകാനുള്ള കാരണം വണ്ടി റണ്ണിങ്ങിൽ എവിടെയോ സ്റ്റക്കായിട്ടുണ്ട്, 4 വീലും അങ്ങനെ മോട്ടർ സ്റ്റക്കായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ESC കത്തിപ്പോയേക്കണത്. ഈ ഒരു പഴയ മോട്ടറിൽ തന്നെ നമ്മൾ പുതിയ ESC സെറ്റ് ചെയ്ത് വിട്ടാൽ വീണ്ടും ആ ESC കത്തിപ്പോവും. അപ്പോൾ കസ്റ്റമർക്ക് അത്രയും റിസ്ക് എടുക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇതിനൊരു പുതിയ ESCയും അതേപോലെ തന്നെ പുതിയൊരു ബ്രഷ്ലെസ് മോട്ടറും കൂടിയാണ് ഈ ഒരു RCക്ക് സെറ്റ് ചെയ്ത് വിടാൻ വേണ്ടി പോകുന്നത്. നമ്മളപ്പോൾ പുതിയ മോട്ടർ അതേപോലെ തന്നെ പുതിയ ESC ഒക്കെ സെറ്റ് ചെയ്ത് സംഭവം നല്ല അടിപൊളിയാക്കി ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്.